ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിൽ വീണ്ടും ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കുറച്ച് മാറിയിരിക്കുകയാണ്. കുറച്ച് കോൾഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിൻ്റെ ഒരു വ്യത്യാസമൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ടോണേഴ്സ് ഇൻ സ്കിൻ കെയർ, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ടോണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ടോണർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ കണ്ടുവരുന്നുണ്ട് പലരും ടോണേഴ്സ് സ്കിപ്പ് ചെയ്യുന്നത്, അതായത് സ്കിൻ ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണേഴ്സ് യൂസ് ചെയ്യാതെ ബാക്കിയുള്ള സ്കിൻ കെയർ പ്രൊസീജിയറിലേക്ക് കടക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. കാരണം എത്രയൊക്കെ നമ്മുടെ സ്കിന്നിന് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോണേഴ്സ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് സ്കിൻ ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോണർ എന്താണെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബേസ്ഡ് ലിക്വിഡ് ആണ്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഓയിൽസ് സ്ട്രിപ്പ് ഓഫ് ചെയ്യാതെ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലെൻസിംഗ് എന്ന് പറയുന്ന സ്റ്റെപ്പിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ടോണർ യൂസ് ചെയ്യണം. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ pH നിലനിർത്താനായിട്ട് ടോണർ സഹായിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ ക്ലെൻസ് ചെയ്യുന്നോ ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ pH ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു നാച്ചുറൽ ഓയിൽസ് ഒക്കെ നമ്മൾ സ്ട്രിപ്പ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റർബ്ഡ് ആയ pHനെ തിരികെ കൊണ്ടുവരാനായിട്ട് ടോണർ വളരെയധികം ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു ടോണർ നമ്മുടെ പോർസിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള പൊല്യൂഷൻ, ഡേർട്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ നോർമൽ ക്ലെൻസിങ്ങിലൂടെ നമ്മുടെ ഈ ഒരു പോർസിനുള്ളിലേക്ക് പോയിരിക്കുന്ന ഡേർട്ട്, പൊല്യൂഷനൊക്കെ തന്നെ റിമൂവ് ആകണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നതിലൂടെ ഈ പോർസിനുള്ളിലെ ഡേർട്ടൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിലെ ഓപ്പൺ പോർസിന്റെ അപ്പിയറൻസ് ഒന്ന് മിനിമൈസ് ചെയ്യാനും ടോണർ സഹായിക്കും. എല്ലാവർക്കും അറിയുന്ന പോലെ ഓയിലി സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കിയാലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പോർസ് ഒക്കെ ഭയങ്കര വിസിബിൾ ആയിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോഴും ഈ ഒരു പോർസ് ഒക്കെ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർസിനെ നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണർ യൂസ് ചെയ്യേണ്ടതാണ്. കാരണം മിനിമൈസ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ഡേർട്ട്, പൊല്യൂഷൻ ഒക്കെ തന്നെ ഈ ഒരു ഇതിനുള്ളിലേക്ക്, നമ്മുടെ പോർസിനുള്ളിലേക്ക് പോയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പ്രെപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ടോണർ. അതായത് നമ്മൾ ഈ ടോണറിന് ശേഷം നമ്മൾ ഏതൊക്കെ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് അതിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നെ പ്രെപ്പ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒന്നാണ് ഈ സ്കിൻ ടോണർ. അതായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനെ വെറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതല്ല, നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു മേക്കപ്പ് അബ്സോർബ് ആകില്ല. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പഞ്ച് ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ മേക്കപ്പ് അതിൽ അബ്സോർബ് ആകില്ല. അതേസമയം നമ്മൾ വെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ മേക്കപ്പ് നല്ലപോലെ നമുക്ക് ആ ഒരു ഇതിലേക്ക് പ്രോഡക്റ്റ് നല്ലപോലെ ആ ഒരു സ്പഞ്ചിലേക്ക് അബ്സോർബ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മൾ അതിന് മുകളിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമ്മുടെ സ്കിൻ അത് അബ്സോർബ് ചെയ്യുകയും അതുമൂലം തന്നെ അതിൻ്റെ ആ ഒരു ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു റെഗുലർ ടോണർ യൂസ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ വളരെയധികം സൂത് ചെയ്യാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസിൻ്റെയൊക്കെ ആ ഒരു അപ്പിയറൻസ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും ടോണർ സഹായിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്കിൻ കെയറിൽ ടോണർ ഉൾപ്പെടുത്തേണ്ട കുറച്ച് ഇമ്പോർട്ടൻസ്. ഇത് മാത്രമല്ല, ഇനി ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ടോണർ ഇൻക്ലൂഡ് ചെയ്താൽ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.